അതായത് ഒരു ആക്ടർ എന്ന രീതിയിൽ നമ്മൾ സ്വയം ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ? ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ക്യാരക്ടർ ചെയ്യാനാണ് എനിക്കിഷ്ടം. എല്ലാവരും പറയും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ തങ്കമണി ചെയ്ത സമയത്ത് ഫുൾ ഫൈറ്റ് സീൻ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ മാഫി ഡോണയിൽ പൊളിച്ചിട്ട് ഡയറക്റ്റ് ചെയ്ത മൂവിയിൽ ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ആ ഒരു കുറേ വർഷങ്ങൾ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു ഈ ഫൈറ്റ്. അതിനുശേഷം ചെയ്യുന്ന ദിലീപ് ഏട്ടൻ്റെ കൂടെയൊക്കെ ഈ ഫൈറ്റ് സീൻ. അപ്പോൾ ആദ്യമേ ഡയറക്ടർ രതീഷ് സാർ എന്നോട് പറഞ്ഞതുപോലെ ഫുൾ ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണുങ്ങളും 1 പെണ്ണും, ഒരേ ഒരു ആളേ ഉള്ളൂ. രാജശേഖർ മാസ്റ്ററാണ് ഫൈറ്റ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യും, ഓക്കെ അല്ലേ, ഞാൻ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. ചെയ്തു വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അതായത് അങ്ങനെ എന്തെങ്കിലും ഡ്രീം റോളോ മറ്റുണ്ടോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന റോൾ ഒരുപാടുണ്ട്, ഒന്നുമില്ല ഒരുപാടുണ്ട്. അതായത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സാധാ ഒരു നാട്ടും പ്രദേശത്തെ ഒരു കുട്ടി അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഭയങ്കര വയലൻസ് ആയിട്ടുള്ളത് എല്ലാം എനിക്കിഷ്ടമാണ്. ഞാനിങ്ങനെ ഓരോ മൂവീസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഒരു റോള് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? ചെയ്താൽ കൊള്ളാൻ തോന്നിയ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഞാനത് പറയില്ല, കാരണം എനിക്ക് എന്നെ ട്രോള് കിട്ടും. കാരണം അത് വലിയ വലിയ ആർട്ടിസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്ത് കുളമാക്കി എന്നുള്ള ട്രോള് വരും. അങ്ങനെയല്ല, നമുക്ക് ഇപ്പോൾ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ സിനിമയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ കൊള്ളാമല്ലേ നമ്മൾ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ തോന്നും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഈ ആസ് ആൻ ആക്ടർ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഇംപ്രവൈസേഷൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? അതായത് ഇന്നുള്ള സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് ഇന്ന റോളാണെന്ന് പറയുമ്പോൾ അന്ന് മുതലേ തയ്യാറെടുപ്പൊക്കെ തുടങ്ങും. പിന്നെ അതിനപ്പുറം വരാൻ ശ്രമിക്കും. പക്ഷെ മാക്സിമം നമ്മുടെ ഡയറക്ടറിന്റെ സപ്പോർട്ടിലായിരിക്കും നമ്മൾ ചെയ്യാം. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഔട്ട് എങ്ങനെ വരുന്നുണ്ട്, എനിക്ക് പറയാറില്ല. കാരണം എന്താ ഞാൻ ചോദിക്കാനുള്ള കാരണം വെച്ചിട്ട് വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അവരുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസും വലുതായിരിക്കുമല്ലോ. അതെ അതെ. അപ്പൊ നമുക്കും കൂടുതൽ ഇങ്ങനെ അതെ നമ്മുടെ ക്യാരക്ടർ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷനും കൂടെ വരും. ഇവരുടെ കൂടെ ഇപ്പൊ പറയട്ടെ, ഇപ്പൊ സുരാജ് ഏട്ടൻ, പൃഥ്വിരാജ്, ആസിഫ് അലി ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ കൂടെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ആസിഫിക്കയുടെ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്തിന് ചങ്ക്സിന്റെ ഷൂട്ടും ആ മൂവി ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനാണ്. കാരണം ആസിഫിക്കൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് ടെൻഷനില്ലായിരുന്നു. ഞാൻ ഭയങ്കര കൂളായിരുന്നു. നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റ് കൂളാണെങ്കിൽ തന്നെ നമുക്ക് ഓക്കെയാ. പിന്നെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട്. എന്നാൽ ഒരു ടേക്ക് പോയി അടുത്ത ടേക്ക് പോകുമ്പോഴത്തേക്കും ഈശ്വര പോരേ ഇനി വഴക്ക് കിട്ടുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയുള്ളൊരു ഇഷ്യൂസ് ഇതുവരെ ഇങ്ങനെ റീടേക്കുകളൊക്കെ പോകുമ്പോൾ ഒരു പേടി വരാറുണ്ടോ? ആങ്സൈറ്റി? പിന്നെ പേടി വരാറുണ്ട്. ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ട് അടുത്ത ടേക്ക് എടുക്കുന്നു. ഞാൻ നേർച്ചവയ്ക്കും. കാരണം നമുക്ക് ടെൻഷനായി. ഇപ്പം അത്രയും വലിയ ആർട്ടിസ്റ്റ് വെയിറ്റിംഗ് ആയിരിക്കും, നമ്മുടെ ഓപ്പോസിറ്റ് ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഒരു ടേക്ക് പോയിട്ട് ഡയറക്ടർ ഒരു ടേക്ക് കൂടെ പോവാം രമ്യ എന്ന് പറയുമ്പോൾ തന്നെ ടെൻഷനായി. നമ്മുടെ മിസ്റ്റേക്കും കൂടെ കൊണ്ടാണെന്ന് കാണുമ്പോൾ അത് ഏതൊരു ആർട്ടിസ്റ്റിന് ഉണ്ടാവും. ഈ ആങ്കർ ചെയ്യുന്ന ആൾ ഒരു ആർട്ടിസ്റ്റ് ആണ്, സ്വാഭാവിക ടെൻഷൻ ഉണ്ടാവും. അതെ. അപ്പൊ അത് ഇപ്പോഴും ഉണ്ട്. അതിപ്പോ വലിയ ആർട്ടിസ്റ്റ് എന്നോ ചെറിയ ആർട്ടിസ്റ്റ് എന്നോ അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോ എന്റെ കൂടെ ഏത് ആർട്ടിസ്റ്റ് വർക്ക് ചെയ്താലും ഒരു റീടേക്ക് പോകുമ്പോഴത്തേക്ക് ടെൻഷനാണ്. നമ്മളൊരു ബുദ്ധിമുട്ടാകുന്നുണ്ടോ എന്നൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. എന്തായാലും നമ്മളെ എക്സ്പീരിയൻസ് ആണ്. അതെ, അത് തീർച്ചയായിട്ടും. പിന്നെ നമ്മളെ കൂടെയുള്ള ആർട്ടിസ്റ്റിന്റെ ആക്ടിങ്ങും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ടൈമിങ്ങും എല്ലാം ഞാൻ ഇപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. ഞാൻ എവിടെ പോയാലും ഇപ്പം നമ്മുടെ സീന് കഴിഞ്ഞാലും ഫ്രീ ടൈം ആണെന്നുണ്ടെങ്കിൽ ഞാനത് ഫുൾ ടൈം ഇങ്ങനെ വാച്ച് ചെയ്യും. അതിൽ നമുക്ക് കുറേ പഠിക്കാറുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് വാച്ച് ചെയ്യും. പിന്നെ ഓരോ മൂവീസ് കാണുമ്പോഴും ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റ്, അത് ഒരു ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഞാനത് വാച്ച് ചെയ്യും.